ഖുശൂഉ ഫീഹ, നിസ്കാരത്തിൽ ഖുശൂഉ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇഖാമത്തുസ്സല അതിന്റെ ഉദ്ദേശത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്ന് എന്താണ്? അൽ ഖുശൂഉ ഫീഹ, നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എന്തുണ്ടായിരിക്കണം? ഖുശൂഉ ഉണ്ടായിരിക്കണം. വഹുദൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഫല്ലദി യുസല്ലി ബിജിസ്മിഹി വലാകിന്ന ഖൽബഹു ഗായിബുൻ ലൈസ ലഹു മിൻ സലാത്തിഹി ഇല്ലാ മാ അഖൽ. ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഷെയ്ഖ് പറയുന്നത്, ഒരാൾ ശരീരം കൊണ്ട് അതിന്റെ റുക്കുനുകളെല്ലാം തന്നെ നിർവഹിക്കുന്നു, പക്ഷെ അവന്റെ ഹൃദയ സാന്നിധ്യം ഇല്ലാത്ത നിലയിലാണ് നിർവഹിക്കുന്നതെങ്കിൽ ലൈസ ലഹു മിൻ സലാത്തിഹി ഇല്ലാ മാ അഖൽ, നിസ്കാരത്തിൽ ആലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും എത്ര നിസ്കരിച്ചോ അത്ര മാത്രമേ അവൻക്ക് അവന്റെ നിസ്കാരത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ആ വിശ്വാസികളുടെ ലക്ഷണമായിക്കൊണ്ട് അവരുടെ സിഫത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഉള്ള ആളുകൾക്കല്ലാതെ നിസ്കാരം എന്തായിരിക്കും? വലിയ ഭാരമുള്ള കാര്യമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അസ്സലാത്തു സഖീലത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഉല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഭാരമാണ്. ഫഇന്നഹാ തകൂനു അലൈഹിം മുയസ്സറതൻ വയതലദ്ദൂന ബിഹാ, എന്നാൽ ഖുശൂഉയോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരം എളുപ്പമായിരിക്കും. അവർ നിസ്കാരം ആനന്ദത്തോടുകൂടെ നിർവഹിക്കുന്ന ആളുകളായിരിക്കും. വൽ ഖുശൂഉ റൂഹുസ് സ്വലാ, ഖുശൂഉ എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ ആത്മാവാണ്. വസ്വലാത്തും ബിലാ ഖുശൂഇൻ കജസദിൻ ബിലാ റൂഹ്, ഖുശൂഉ ഇല്ലാത്ത നിസ്കാരം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. വഇൻ കാന ഖദ് സ്വല്ലാ ഫിൽ ളാഹിർ വലാ യുഅ്മറു ഇല്ലാ ബിൽ ഇആദ, അവനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് മടക്കി നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നിസ്കാരത്തിൽ പ്രതിഫലമുണ്ടായിരിക്കുകയില്ല എന്ന് ഷെയ്ഖ് പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ നിസ്കാരത്തിന്റെ ഇഖാമത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് പോലെ നിർവഹിക്കണം. രണ്ടാമത്തേതോ സമയത്ത് തന്നെ നിർവഹിക്കണം. ഓരോന്നിനും ഷെയ്ഖ് ദലീല് പറയുന്നുണ്ട്, തെളിവ് പറയുന്നുണ്ട്. മൂന്നാമത്തേത് ജമാഅത്തായി, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ, കാരണങ്ങൾ മറ്റൊന്നുമില്ലെങ്കിൽ എന്താവണം? ജമാഅത്തായി തന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കണം. നാലാമത്തേത് ഖുശൂഉയോടുകൂടെ നിസ്കാരം നിർവഹിക്കണം എന്നുള്ളതാണ്. ഈ ഖുശൂഉയോടുകൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല. ഖുശൂഉയോടുകൂടെ എങ്ങനെ നിസ്കരിക്കാൻ സാധിക്കും? മഹാന്മാരായ ഉലമാക്കൾ അതിനുള്ള ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ അബ്ദുസ്സലാം അശ്ശുവൈഇർ എന്ന് പറയുന്ന മസ്ജിദ് നബവിയിലെല്ലാം ദർസുകൾ എടുക്കുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറയുന്നു, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ, നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടെ ഖുശൂഉയോടുകൂടെ നിസ്കരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനുത്തരമായി അദ്ദേഹം പറയുന്നു, ഒന്നാമത്തെ കാര്യം, നിസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് വഖത്താണെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ നേരത്തെ നിസ്കാരത്തിന് വേണ്ടി ഹാദിറാവുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, അൽ മർഉ ഇദാ ജാഅ ലാഹിതൻ മുസ്രിഅൻ ഫസയകൂനു ഖൽബുഹു മുൻശഗിലൻ ബിമാ യകൂനു ഫീഹി ഖബ്ല ഖലീൽ. നമ്മൾ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് വന്നാൽ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽബ് തൊട്ടു മുമ്പ് എന്താണോ ചെയ്തിരുന്നത്, ഇപ്പോ നമ്മൾ മറ്റെന്തെങ്കിലും സംസാരം നടത്താണ്, അല്ലെങ്കിൽ കച്ചവടമാണ്, എന്തോ ആവട്ടെ, അതിൽ നമ്മുടെ കൽബ് വ്യാപൃതമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തോടുകൂടി നിസ്കാരത്തിന് വേണ്ടി, ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി, അതുപോലെ സുന്നത്ത് നിസ്കരിച്ച് നിസ്കാരത്തിന് മുമ്പ് ദുആ ഒക്കെ നിർവഹിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന നിസ്കാരം നമുക്ക് എന്താവാൻ സാധിക്കും? ഖുശൂഉയോടുകൂടെ
നിർവഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിസ്കരിക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ സമയത്ത് പെട്ടെന്ന് സമയത്തിനെത്താൻ നോക്കാതെ കുറച്ച് നേരത്തോടുകൂടെ നമ്മൾ തയ്യാറായി, നമുക്കറിയാലോ നിസ്കാരത്തിന്റെ സമയം അറിയാം, അപ്പൊ അതിനു വേണ്ടി വുളു ഒക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ വുളു ചെയ്ത് ബാങ്കിന് ജവാബ് നൽകി ബാങ്കിന് ശേഷമുള്ള ദുആ നിർവഹിച്ച്, അല്ലെ, ബാങ്കിന് ശേഷം സ്വലാത്തു സുന്നത്തുണ്ട്, പിന്നെന്ത് സുന്നത്തുണ്ട്, ദുആ സുന്നത്തുണ്ട്. ആ ദുആയിന്റെ പ്രതിഫലം എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ. ബാങ്കിന് ശേഷമുള്ള ദുആ നിർവഹിച്ചാലുള്ള പ്രതിഫലം എന്താണ്? ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ. എന്റെ ശഫാഅത്ത് നാളെ അവന് നിർബന്ധമാകുമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ആ ദുആ നിർവഹിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴുള്ള പ്രതിഫലത്തെ കുറിച്ചൊക്കെ ആലോചിച്ച് നിസ്കാരത്തെ കാത്തിരിക്കുന്നവർക്ക് പറഞ്ഞ പ്രതിഫലം എന്താണത്? മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. എത്ര വലിയ മഹത്താണ്! മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ആലോചിച്ച് നേരത്തോടെ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തേത് അത്തഫക്കുറു ഫിൽ മആനി. നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുണ്ടല്ലോ, ഓരോ ദിക്റുകളും ദുആകളും ഒക്കെ ഉണ്ടല്ലോ, തസ്ബീഹ്, തക്ബീർ, ഇതിൻ്റെ ഒക്കെ അർത്ഥങ്ങളെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും ഓരോ റുക്നിലേക്ക് നീങ്ങുമ്പോഴും നമ്മൾ എന്ത് പറയുന്നുണ്ട്? അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കാം, എപ്പോഴെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം ആലോചിച്ചുകൊണ്ട് നമുക്കത് പറയാൻ സാധിച്ചിട്ടുണ്ടോ? യഥാർത്ഥ രൂപത്തിൽ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് പറയുകയാണെങ്കിൽ നമുക്ക് നിസ്കാരമേകുന്ന സമാധാനം അത് ചെറുതായിരിക്കില്ല. എന്താ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ അക്ബറു മിൻ ഹാദിഹി ദുനിയാ കുല്ലഹാ. ഈ ദുനിയാവിനേക്കാൾ, ഈ ദുനിയാവ് മുഴുവനേക്കാളും അക്ബർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കുല്ലുഹ അല്ലതി ശഗലത് ഖൽബുഹാ അല്ലാഹു അക്ബർ മിൻ കുല്ലി ളാലിമി യൻവിൽ ബഗയ അലൈക വൽ ഇഅ്തിദാ. അതുപോലെ തന്നെ നിന്റെ കൽബ് വ്യാപൃതമായിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാകും, പല 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 ആലോചനകൾ, പല പേടികൾ, പല ഭയപ്പാടുകൾ, പല പരിഭ്രമങ്ങൾ, പല ശത്രുവിനെ കുറിച്ചുള്ള ചിന്തകൾ, നിന്നെ ആക്രമിക്കാൻ വരുന്നവരെ കുറിച്ചുള്ള ആലോചനകൾ. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതെല്ലാം പോണം. കാരണം അതിനേക്കാളൊക്കെ അക്ബർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവർക്ക് മേലെല്ലാം കഴിവുള്ളവൻ, അവർക്ക് മേലെല്ലാം കഴിവുള്ളവൻ, അവരെക്കാളെല്ലാം വലിയവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇത് പറയുമ്പോൾ ഈ രൂപത്തിൽ അർത്ഥം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ രൂപത്തിൽ അർത്ഥം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊക്കെ നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്താ തസ്ബീഹിന്റെ അർത്ഥം? അല്ലെ, എന്താ തസ്ബീഹിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൻസീഹുല്ലാഹി അമ്മാ ലാ യലീഖു ബിജലാലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് യോജിക്കാത്ത എല്ലാ കാര്യത്തിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തൽ. ഇതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉനസ്സിഹുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു. അള്ളാഹുവിന് യോജിക്കാത്ത എല്ലാ സിഫത്തുകളിൽ നിന്നും, എല്ലാ വിശേഷണങ്ങളിൽ നിന്നും അള്ളാഹു എന്താണ്? പരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുത്രനുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെ? നസ്രാനികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുത്രനുണ്ട് എന്ന് പറയുന്നവരാണ്. ജൂതന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുത്രനുണ്ട് എന്ന് പറയുന്നവരാണ്. അതുപോലെ തന്നെ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പെൺമക്കളാണ് എന്ന് വാദിച്ചിരുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടെ ഇബാദത്തിന് അർഹരായി, ദുആ ലഭിക്കാൻ അർഹരായി, തവക്കുൽ ചെയ്യപ്പെടാൻ അർഹരായി മറ്റു ആളുകളുണ്ട്, ഔലിയാക്കളുണ്ട്, ബീവിമാരുണ്ട് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. എന്നാൽ എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ കുറിച്ച് ആളുകൾ കെട്ടിച്ചമച്ച് പറയുന്ന എല്ലാ ദുഷിച്ച ആരോപണങ്ങളിൽ നിന്നും എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? പരിശുദ്ധനാണ്. ഇതാണ് തസ്ബീഹിന്റെ അർത്ഥം. ഇങ്ങനെ അർത്ഥം ചിന്തിച്ച് തസ്ബീഹ് നിർവഹിക്കാൻ നിസ്കാരത്തിൽ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ നിസ്കാരത്തിൽ ഹംദ് പറയുന്നുണ്ട്. ഫാത്തിഹയിൽ അൽഹംദ് എന്ന് പറയുന്ന അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം?
സ്തുതിക്കാൻ നമ്മൾ നേരെ പരിഭാഷ കൊടുക്കാറുണ്ട്. അത്തനാഉ അലല്ലാഹി ബിൽ മഹബ്ബതി വത്തഅദീം. അപ്പൊ മദ്ഹും ഹംദും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, മദ്ഹ് എന്ന് പറഞ്ഞാൽ അത് കേവലം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്തുതിക്കുമല്ലോ, അതിനാണ് പറയുന്നത്. ആത്മാർത്ഥതയില്ലാത്ത സ്തുതികൾക്കും എന്ത് പറയാം? മദ്ഹ് എന്ന് പറയാം. എന്നാൽ ഇഷ്ടത്തോടുകൂടെയും ആദരവോടുകൂടെയും ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി മഹബ്ബത്തോടുകൂടെ അതോടൊപ്പം ആദരവോടുകൂടെ പ്രശംസിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഹംദ് എന്ന് പറയുന്നത്. അപ്പോ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ എന്താവണം? ആ രൂപത്തിൽ തന്നെ ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. അല്ലാഹുമ്മ റബ്ബി ഇഗ്ഫിർലി, നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. എന്താണ് അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, അള്ളാഹുവേ എന്റെ പാപങ്ങൾ എനിക്ക് മറച്ചു വെച്ച് തരണമേ. രണ്ടാമത്തേതോ, അള്ളാഹുവേ എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ. ഈ രൂപത്തിൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഈ രണ്ടർത്ഥവും ആലോചിച്ച് ആത്മാർത്ഥമായി തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. സ്വലാത്ത് ചൊല്ലുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം ആലോചിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിൽ അവിടത്തോടുള്ള ബാധ്യതയാണിത് എന്ന ബോധത്തോടുകൂടെ നമ്മൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അത്തഹിയാത്ത്, എല്ലാം ഒരുവിധ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മനോഹരമായ പ്രാർത്ഥന തഹിയാത്തിന്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നിസ്കാരത്തിൽ ഇമാം ഓതുന്ന സൂറത്തിന്റെ അർത്ഥം അതാലോചിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ എന്ത് വേണം? അതിന് വിശുദ്ധ ഖുർആൻ പഠിക്കണം. അതിന്റെ തഫ്സീർ നമ്മൾ കഴിയുന്നത് പോലെ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. അപ്പൊ ഇങ്ങനെ നിസ്കരിക്കാൻ സാധിച്ചാൽ നിസ്കാരത്തിൽ എന്തുണ്ടാകും? ഖുശൂഅ് ഉണ്ടാകും എന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തേത്, നിസ്കാരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅ്മത്താണ് എന്ന ധാരണയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ്. നിസ്കാരം എന്ന് പറയുന്നത് അത് ഒരു തക്ലീഫായ ഒരു ഭാരമല്ല, മറിച്ച് നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅ്മത്താണ് എന്ന ധാരണയിൽ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? വജുഇലത് ഖുർറതു ഐനി ഫിസ് സ്വലാഹ്, എൻ്റെ കണ്ണിന്റെ കുളിർമ എന്തിലാണ്? നിസ്കാരത്തിലാണ്. നമ്മളല്ലേ പറഞ്ഞത്? ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല ഇല്ലല്ലേ? നിസ്കാരം കണ്ണിന്റെ കുളിർമയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഖുർറത്തു ഐൻ, ഈ വാക്ക് നമുക്ക് പരിചയമുള്ള വാക്കല്ല. ഖുർറത്തു ഐൻ, കൺകുളിർമ. ഈ വാക്ക് ഖുർആനിൽ ഉപയോഗിച്ച സന്ദർഭം നമുക്കറിയായിരിക്കും അല്ലെ? സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഒരു ദുആ, ഇബാദുർ റഹ്മാന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നപ്പോ അല്ലെ, പറഞ്ഞില്ലേ? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത അയുൻ. മക്കളെക്കുറിച്ചും ഇണകളെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർറത്തുൽ ഐൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് പ്രയാസം ഉണ്ടായാലും, എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നാലും അവൻ ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്നത് ഭാര്യയിലേക്കായിരിക്കും, ഭർത്താവിലേക്കായിരിക്കും, മക്കളിലേക്കായിരിക്കും. അവരുടെ കൂടെ ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല മുസ്ലിമത്തായ, നല്ല മുഅ്മിനത്തായ ഭാര്യയും ഭർത്താവാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇണയോടൊപ്പം മക്കളോടൊപ്പം ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് വല്ലാത്ത സമാധാനമേകുന്ന സമയമാണ്, വല്ലാത്ത ആശ്വാസമാണ്. എല്ലാ പ്രതിസന്ധികളും മറന്നു പോകത്തക്ക രൂപത്തിൽ അത് വലിയ ആശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്ക് ഉപയോഗിച്ചത് മക്കളെക്കുറിച്ചും ഇണകളെക്കുറിച്ചും പറഞ്ഞെടുത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, എൻ്റെ കണ്ണിന്റെ കുളിർമ എവിടെയാണ്? നിസ്കാരത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മക്കളും ഭാര്യയും കൺകുളിർമ ആയതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരവും എന്തായിരുന്നു? കൺകുളിർമ നൽകുന്ന കാര്യമായിരുന്നു. നമ്മളോടൊന്ന് ചോദിച്ചു നോക്കാം, നമുക്ക് അങ്ങനെ ആണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ റസൂലിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും, ഇദ ഹസബഹു അംറുൻ സല്ല. റസൂലിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താവും? അവിടുന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാണ് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്കാരം
അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആസ്വാദ്യകരമായ കാര്യമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം പാരായണം ചെയ്യൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞതായി കാണാൻ സാധിക്കും, രാത്രിയാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം മിൻ മുനാജാതി മൻ ഉഹിബ്ബ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബുമായി എനിക്ക് അഭിമുഖ സംഭാഷണം നടത്താൻ പറ്റുമല്ലോ എന്നതുകൊണ്ട് രാത്രിയാകുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ഏത് കാലത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ സാധിച്ചാൽ, നമ്മുടെ ഖൽബ് ഖുശൂ ഉള്ള ഖൽബാണെങ്കിൽ നിസ്കാരം എന്താണ്? അത് വലിയ നിഅ്മത്തായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള മറ്റൊരു കാര്യം ഷെയ്ഖ് പറയുന്നത്, നിസ്കരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ നിൽക്കുന്നത് അന്നക ഖായിമുൻ ബൈന യദൈ ജബ്ബാർ, നമ്മൾ നിൽക്കുന്നത് ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പിലാണ് എന്ന ചിന്തയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിസ്കരിക്കുമ്പോൾ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പിലാണ്, ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ജബ്ബാറായ റബ്ബു സുബ്ഹാനഹു വ തആലക്ക് മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ധാരണയോടുകൂടെ, ഈ നാട്ടിൽ നമ്മൾ ആദരിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ, ഒരു മന്ത്രിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ കുറച്ച് പിടിപാടുള്ള ആളുകൾക്ക് മുമ്പിൽ, നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികൾക്ക് മുമ്പിലൊക്കെ നമ്മൾ നിൽക്കുക എങ്ങനെയായിരിക്കും? ഇത് ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന, ലോകത്തെ മുഴുവൻ അന്നവും വെള്ളവും എല്ലാം നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നിസ്കരിക്കാൻ നിന്നാൽ ഖുശൂ ലഭിക്കാൻ അത് വലിയ കാരണമാണ് എന്ന് ഷെയ്ഖ് പറയുന്നു. മറ്റൊന്ന്, നമ്മൾ നിസ്കരിക്കുമ്പോൾ പല കാര്യങ്ങൾ ഇത് സുന്നത്തല്ലേ എന്ന നിലയിൽ നമ്മൾ ഒഴിവാക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൽ കറാഹത്തല്ലേ ഉള്ളൂ എന്ന രൂപത്തിൽ അത് ചെയ്യുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. പരമാവധി സുന്നത്തുകളൊക്കെ പാലിച്ച് തന്നെ നിസ്കരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കറാഹത്തുകളെല്ലാം ഒഴിവാക്കി നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും ഷെയ്ഖ് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കിയിട്ട് പറയാണ് കേട്ടോ. അവസാനം ഷെയ്ഖ് പറയാണ്, ഇങ്ങനെ ഖുശൂഅോടുകൂടെ നിസ്കരിച്ചാൽ സ്വാഭാവികമായും ആ നിസ്കാരത്തിനാണ് പ്രതിഫലമുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഈ ദുനിയാവിൽ തന്നെ അതുകൊണ്ടുള്ള രണ്ട് നേട്ടങ്ങൾ, ഖുശൂഅോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്ന ആളിന്റെ രണ്ട് അടയാളങ്ങൾ ഷെയ്ഖ് അവസാനമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഫഇന്നഹു യകൂനു ലയ്യിനൻ മഅൽ മുസ്ലിമീൻ, മറ്റുള്ള ആളുകളോട് നല്ല മൃദുവായി പെരുമാറുന്ന ആളായിരിക്കും നിസ്കാരം ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്ന ആളുകൾ എന്ന് ഷെയ്ഖ് പറയാണ്. ഹാദിഹി ഖാഇദ, ഇതൊരു ഖാഇദയാണ്, ഇതൊരു അടിസ്ഥാനമാണ്. കുല്ലു മൻ കാന ഖാശിഅൻ ഫീ സ്വലാത്തിഹി ഫഇന്നഹു യുലീനു മഅ ലയൂനത്തി ഖൽബിഹി, അവനെ സംബന്ധിച്ചിടത്തോളം ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള മുസ്ലിമീങ്ങളോടൊക്കെ അവൻ എന്തായിരിക്കും? അവൻ വളരെ മൃദുവായി പെരുമാറുന്ന ആളായിരിക്കും എന്ന് ഷെയ്ഖ് പറയുന്നത് കാണാൻ സാധിക്കും. അതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം ചില അസറുകളെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു അടയാളം അദ്ദേഹം പറയുന്നത്, അന്ന മിൻ ആസാരി വ അലാമത്തിൽ ഖുശൂഇ മിമ്മാ യതഅല്ലഖു ബിരിഖത്തിൽ ഖൽബി ലിദിക്രില്ലാ. ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിന് ദിക്ർ ചെയ്യാൻ അവന്റെ ഖൽബ് എപ്പോഴും എന്തായിരിക്കും? അതിനായി പാകപ്പെട്ട ഖൽബായിരിക്കും എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ അർത്ഥമൊക്കെ ചിന്തിച്ച് നിസ്കാരത്തിൽ നല്ല രൂപത്തിൽ നിസ്കാരത്തിലെ ദിക്റുകളും ഖിറാഅത്തും ഒക്കെ ആലോചിച്ച് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിനെ ഓർക്കാൻ അവന്റെ ഖൽബ് എന്തായിരിക്കും? സദാ പാകപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം മോശമായ കാര്യത്തെ തൊട്ടും അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട മുൻകറായ കാര്യത്തെ തൊട്ടും എല്ലാം എന്താകും? തടയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദിക്റുള്ളക്ക് അവന്റെ ഖൽബ് പാകപ്പെട്ടതായിരിക്കും. അവന്റെ ഹൃദയം അശ്ലീലതയിലേക്കോ തെറ്റുകളിലേക്കോ ഒന്നും ആഗ്രഹിക്കുന്നതായിരിക്കില്ല, അതിലേക്ക് പോകുന്നതായിരിക്കില്ല എന്നുള്ളതാണ്.